നമസ്കാരം. ഇന്ന് കർക്കിടക മാസത്തിലെ ആയില്യമാണ്. പ്രധാന നാഗങ്ങളായ അനന്തനെയും വാസുകിയെയും കാർക്കോടകനെയും നമിക്കുന്നു. നാഗരാജാവും നാഗയക്ഷിയും ബാലനാഗവും നമ്മുടെ കുടുംബത്തെയും എല്ലാ ജനങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തറവാടുകളിൽ നാഗക്കാവുകളുണ്ടായിരുന്നു. കാവുകൾ വൃക്ഷങ്ങളുടെ ഒരു കൂടാരമാണ്. അതിനിടയിൽ നാഗങ്ങളുമുണ്ട്. അവ നമ്മെ ഉപദ്രവിക്കില്ലായിരുന്നു. പക്ഷേ ഇന്ന് കാടും കാവും എല്ലാം വെട്ടിത്തെളിച്ച് ഫ്ലാറ്റുകൾ നിർമ്മിച്ചു. അപ്പോൾ നാഗങ്ങൾക്ക് പോകാൻ സ്ഥലമില്ലാതായി. അങ്ങനെ വന്ന സമയത്ത് നാഗശാപം ഈ നാട്ടിനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തൽക്കാലം ഒരു നാഗശ്ലോകം ഉരുവിടാം. നീലകണ്ഠ നിർമ്മലാക്ഷ നാഗമൂർത്തി നാരായണ ശിവാഭരണം ഘോരരൂപം പഞ്ചഇന്ദ്രിയതാരകം നിത്യജാഗ്രസ്ഥിതേനിഷ്ടം നാഗനാഗം ആശ്രയേഹം നാഗനാഗം ആശ്രയേഹം ദോഷഹരണം കീർത്തികരണം വിത്തകൽമഷനാശനം അർത്ഥദേഹമംഗളം നാഗനാഗം ആശ്രയേഹം നാഗനാഗം ആശ്രയേഹം സർവരോഗനിവാരണം കുടുംബഭാഗ്യദായകം ഗർഭസൂതിരക്ഷകം സർവരോഗനിവാരണം കുടുംബഭാഗ്യദായകം ഗർഭസൂതിരക്ഷകം നാഗനാഗം ആശ്രയേഹം പാതാള സ്വർഗമർത്യത്രൈലോക്യവാസിതം ഹൃത്ക്ഷേത്രപാല ഭുജഗേഹ ക്ഷേത്രപാലഭുജഗേഹ നാഗനാഗം ആശ്രയേ നാഗനാഗം ആശ്രയേഹം നാഗനാഗം ആശ്രയേഹം നാഗനാഗം ആശ്രയേഹം. നമ്മുടെ ശരീരത്തിലുള്ള സുഷുമ്നാ നാഡിയിലും നമ്മുടെ നെർവുകളിലും, അതായത് നാഡീ ഞരമ്പുകളിലും വസിക്കുന്ന സകല നാഗദേവ ചൈതന്യവും നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു വർഗമാണ് നാഗവർഗം. അത് നമ്മുടെ പൂർവികരിൽ പെടുകയും ചെയ്യും. ഇന്ന് പാതാളവാസികളായിട്ട് മാറിയിട്ടുള്ള നാഗങ്ങൾ, അതുപോലെ പരമശിവൻ്റെ ആഭരണമായി വസിക്കുന്ന വാസുകി, ശ്രീ
മഹാവിഷ്ണുവിൻ്റെ കിടക്കയായി ആ നാഗശയനം, ആ അനന്തൻ, പിന്നെ കാർക്കോടക ഭഗവാൻ ഒക്കെ നമുക്ക് എന്നും എന്നും നമ്മളെ രക്ഷിച്ചു മാറാകട്ടെ. നമ്മുടെ കുടുംബത്തിനും സന്തതികളുടെ അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ ദീർഘായുസ്സിനും രോഗങ്ങൾ വരാതിരിക്കാനും, പ്രത്യേകം ത്വക്ക് രോഗങ്ങൾ പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാനും നാഗസ്തുതി നല്ലതാണ്. എല്ലാവരും നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക. പിന്നെ പുൾവൻ പാട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു മാസത്തിലൊരിക്കൽ പുൾവൻ പാട്ട് നടത്തുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നടത്തുന്നതും നല്ലതാണ്. നമുക്കറിയാം, മഞ്ഞളും നമ്മൾ കൊടുക്കുന്ന പാലും ഒന്നും പ്യുവറല്ല, ശുദ്ധമായിട്ടുള്ളതല്ല. അപ്പോൾ ശുദ്ധമായ മഞ്ഞൾപ്പൊടിയും പാലും മാത്രം നിവേദിക്കുക. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നാഗശാപമുള്ളവർ ചെറിയ വെള്ളി മുട്ട കിട്ടും. ആ വെള്ളിയിലുള്ള മുട്ട എത്ര കുടുംബാംഗങ്ങളുണ്ടോ, ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അവരുടെ സംഖ്യ അനുസരിച്ച് രാവിലെ നാഗരാജാവിൻ്റെ ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഈ നാഗശാപം തീരാനായിട്ട് അർപ്പിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നാഗശാപം തീരുകയും കുടുംബത്തിന് നല്ലതുണ്ടാവുകയും ചെയ്യും. നാഗസ്തോത്രം ചൊല്ലുന്നതും നാഗക്ഷേത്രം സന്ദർശിക്കുന്നതും കാവുകൾ സന്ദർശിക്കുന്നതും ആരോഗ്യത്തിനും ആയുസ്സിനും അതുപോലെ തന്നെ വിത്തവർദ്ധനത്തിനും നമ്മുടെ കടങ്ങളും അതുപോലെ തന്നെ മറ്റ് വൈഷമ്യങ്ങളും മാറിക്കിട്ടാനും ഉത്തമമാണ്. അറിയാതെയെങ്കിലും ഒരു പാമ്പിനെ കൊന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ശാപമാണത്. പാമ്പിനെ കൊല്ലുകയല്ല വേണ്ടത്, അത് നമ്മുടെ ചുറ്റുമുള്ള ദുഷ്ടജീവികളെ, എലികളെ പോലെയുള്ളവയെ ഭക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് അവയെ നശിപ്പിക്കരുത്. പാരിസ്ഥിതിക കാര്യങ്ങൾ കൊണ്ടും നമ്മളെപ്പോഴും നാഗങ്ങളെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. ഒരു പാമ്പിനെ കണ്ടാൽ ഉടനെ ആൾക്കാരെ വിളിച്ചു കൂട്ടി അടിച്ചു കൊന്നിട്ട് അതിനെ ചുട്ടുകൊല്ലുക, ഇതാണ് ഈ നാട്ടിലെ നടപ്പ്. അത് ചെയ്യരുത്. പാവ സുരേഷിനെ പോലെ പാമ്പ് പിടുത്തക്കാരെ വിളിക്കുക, എന്നിട്ട് ആ നാഗങ്ങളെ വേണ്ടിടത്ത് അവരെത്തിക്കും. ഇല്ലാതെ ഒരിക്കലും നാഗത്തിന് കൊന്ന് ഒരു ശാപം നിങ്ങളുടെ കുടുംബത്തിന് വിളിച്ച് വരുത്തി വയ്ക്കരുത്. പാമ്പുകളില്ലെങ്കിൽ ഈ പാരിസ്ഥിതിക വ്യവസ്ഥ തന്നെ മാറും. കാരണം കൂടുതൽ എലികൾ പോലെയുള്ള ജീവികൾ പെരുകുകയും അങ്ങനെ വല്ലാത്ത അസുഖങ്ങൾ, പ്ലേഗ് പോലെയും എലിപ്പനി പോലെയുമുള്ള അസുഖങ്ങൾ കൂടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനും വളരെയധികം അത്യന്താപേക്ഷിതമാണ് ഈ നാഗങ്ങളുടെ വാസം. വീട്ടിൽ കണ്ടു, നാഗത്തിനെ കണ്ടു, പണമുയർത്തി ആടുന്നു, അയ്യോ പേടിച്ചു, ഞാനിപ്പോൾ മരിച്ചു പോകും. അങ്ങനെയല്ല, വേണ്ടത് ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധയോടെ മുറ്റവുമൊക്കെ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ ഈ പാമ്പുകൾ വരികയില്ല. പിന്നെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ രാവിലെ ബൈക്ക് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അവിടെ എവിടെയെങ്കിലും പാമ്പുകളുടെ, കാരണം ഇപ്പോൾ തണുപ്പുള്ള സമയമാണ്, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അത് കയറി കിടക്കാനായിട്ട് ഇടയുണ്ട്, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷൂറാക്കിലും ഷൂസ് പുറത്ത് വയ്ക്കുമ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. ഷൂസിനകത്ത് ചെറിയ പാമ്പിൻ കുഞ്ഞുങ്ങൾ കയറിയിരിക്കാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളോട് പറയുക, ഷൂസ് ഇടുന്നതിന് മുൻപേ ഒന്ന് കുടഞ്ഞിട്ട് അതിനകത്തൊന്നുമില്ല എന്നുറപ്പാക്കിയതിന് ശേഷം മാത്രം ഇടുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പാമ്പുകൾ നമ്മുടെ വീടുകളിലേക്ക് കയറാതിരിക്കും. അവയ്ക്കും ഒരു ആവാസ വ്യവസ്ഥയില്ലേ, അത് നമ്മൾ നശിപ്പിച്ചത് കൊണ്ടല്ലേ നമ്മുടെ വീടുകളിലേക്ക് കയറി വരുന്നത്. പ്രത്യേകം പറയാറുണ്ട്, ചേര ഒരു വീട്ടിൽ വന്നാൽ, മഞ്ഞ ചേര ഒരു വീട്ടിൽ വന്നാൽ ഐശ്വര്യമാണെന്ന്. അതിനെപ്പോലും നമ്മൾ വേണമെങ്കിൽ തല്ലിക്കൊല്ലും അല്ലേ. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, ഒരിക്കലും പാമ്പുകളെ കൊല്ലാതിരിക്കുക. അവ നമ്മുടെ സഹജീവികളാണ്. അതെ, നമ്മുടെ ആരോഗ്യത്തെയും ഒക്കെ സംരക്ഷിക്കുന്ന സഹജീവികൾ.